എൻ്റെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു കേട്ടോ സ്വന്തമായിട്ട് ഒരു വീടെല്ലാം വെച്ചതിന് ശേഷം കുറച്ച് കോഴിയെയും അതുപോലെ തന്നെ പട്ടിയെല്ലാം വളർത്തണം എന്നുള്ളത്. അതായത് വിവാഹശേഷം വന്ന പാടെ ഞാൻ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ കോഴിമുട്ട കട്ടെടുത്ത് തിന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ നിർത്തി എന്നെ അപമാനിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായി ഞാൻ പറഞ്ഞ് ഒരുപാട് പേരുടെ മുന്നിൽ നിന്ന് കൈകൂപ്പി കരഞ്ഞ ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് കേട്ടോ. അന്ന് എൻ്റെ മനസ്സിനേറ്റ മുറിവ് ഇന്നും മായാതെ അവിടെ തന്നെ കിടപ്പുണ്ട്. അതിനുശേഷം പല വീടുകളും വാടക വീടുകളും എൻ്റെ ജീവനെ മാനിച്ച് എൻ്റെ ചേട്ടായി മാറി മാറി താമസിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ട് ഒരു വീട് വെച്ചതിന് ശേഷം നിനക്ക് ആവശ്യമായ കോഴിയെയും അതുപോലെ തന്നെ പട്ടിയെല്ലാം നമുക്ക് അവിടെ വളർത്താം എന്ന് എന്നോട് അന്നൊരു വാക്ക് തന്നായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം സ്വന്തമായി വീടെല്ലാം ആയതിനു ശേഷം ഒരു പഴയ കോഴിക്കൂട് കിട്ടിയിട്ടോ. എന്നാൽ പിന്നെ കുറച്ച് കോഴിക്കുഞ്ഞിനെയെല്ലാം വളർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ വീടിൻ്റെ അകത്തെ ഒരു ബാത്റൂം പണിതിട്ട് ായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അവിടെ തന്നെ ഇട്ടേക്കാന്ന് കരുതി. കാരണം കോഴിക്കുഞ്ഞായതുകൊണ്ട് എപ്പോഴും ലൈറ്റിൻ്റെ വെട്ടമൊക്കെ വേണമല്ലോ. അതുകൊണ്ട് എന്നും ക്ലീൻ എല്ലാം ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ഈ വിതറുന്നത് മരപ്പൊടിയാണ്. മരപ്പൊടിയെല്ലാം കോഴിയെ അതിൽ ഇടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് വിധേനെ ഒരിടത്ത് പിടിച്ചു നിൽക്കാം. പക്ഷെ ഭക്ഷണത്തിൻ്റെ കണക്ക് പറയുകയും അതിനെ പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുന്നവരുടെയും വീട്ടിൽ ഒരു കാരണവശാലും നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക.